അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഭിവന്ദരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുള്ള മജ്ലിസ്. ഒന്ന് മഹാന്മാരായ സാദാത്തുക്കളുടെ സാന്നിധ്യം തന്നെ. അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം കിട്ടാനുള്ള കാരണം ആണല്ലോ. സ്വഹാബത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ പെടാനുള്ള ഏറ്റവും വലിയ ആധാരം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടെത്തുക, കാണുക, സദസ്സിലിരിക്കുക, നേരിട്ട് അനുഭവിക്കുക എന്നതാണല്ലോ. എങ്കിൽ നമ്മുടെ തലമുറക്ക് ശേഷം, അല്ലെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം നമ്മളെപ്പോലെ ഈ സ്ഥാനങ്ങളും ബഹുമാനങ്ങളും ആദരവും കിട്ടുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുകയില്ലല്ലോ എന്ന രൂപത്തിലുള്ള വിഷമം, ആശങ്ക പറഞ്ഞപ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹം വെക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സദസ്സിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഭൗതിക ലോകത്തും മരണസമയത്തും പാരത്രിക ലോകത്തും വിജയം ലഭിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പും ഉണ്ട്. അതുപോലെ എൻ്റെ വഫാത്ത് കഴിഞ്ഞാലും നിങ്ങളെപ്പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ നേരെ താഴെയായി ആ രൂപത്തിലുള്ള പ്രതിഫലം ലഭിക്കാനുള്ള ഒരു കാരണം ഉണ്ട്. ഉടനെ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിന്റെ ചോദ്യം, ഓ തങ്ങളെ സദസ്സിൽ അവർക്ക് ഇരിക്കാൻ കഴിയില്ലല്ലോ, തങ്ങളെ നേരിട്ട് കാണാൻ കഴിയില്ലല്ലോ. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്നെ കണ്ടെത്താൻ, മരണസമയത്ത് എന്നെ കണ്ടെത്താൻ, ഖബറിൽ എന്നെ പരിചയം കിട്ടാൻ, ആഖിറ ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകുന്ന എൻ്റെ ശഫാഅത്ത് ലഭിക്കാൻ, എൻ്റെ കൂടെ സ്വർഗത്തിൽ ലഭിക്കാനുള്ള ഒരേ ഒരു കാരണം, ഉർഖബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തി, ഉർഖബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തി. എൻ്റെ പരമ്പര സന്താനങ്ങൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ, അവിടുത്തെ മക്കളാകുന്ന സയ്യിദ് ശബാബ് അഹ്ലുൽ ജന്ന അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ആ പുള്ളിമാര് മുഖേന, അവിടുത്തെ പരമ്പര മുഖേനയുള്ള സാദാത്തുക്കൾ അത് മുറിഞ്ഞു പോവുകയില്ല, അത് നിന്നു പോവുകയില്ല. അത് അള്ളാഹു ഔദാര്യമായി മുസ്ലിം ലോകത്തിന് ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ നാൾ വരെ നൽകുന്ന ഒരു വലിയ ഓഫറാണത്. അതുകൊണ്ട് തന്നെ എൻ്റെ പരമ്പര സന്താനങ്ങളുമായി ബന്ധപ്പെടാൻ തൗഫീഖ് ലഭിച്ചവർ, എൻ്റെ മക്കളെ ബന്ധപ്പെടാൻ തൗഫീഖ് ലഭിച്ചവർ, എൻ്റെ മക്കളുടെ മക്കളെ ബന്ധപ്പെടാനും മഹബത്ത് വെക്കാനും സ്നേഹം വെക്കാനും ഭാഗ്യം ലഭിച്ചവർ, അവർ എന്നെ കണ്ടെത്താനും എൻ്റെ കൂടെ നിൽക്കാനും എൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കാനും കാരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അൽഹംദുലില്ലാ, നേരത്തെ ഇവിടെ എസ്.ബി. ദാരിമി ഉസ്താദ് വളരെ ചുരുങ്ങിയ സമയമാണ് സംസാരിച്ചതെങ്കിലും ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള വിലപ്പെട്ട ഉപദേശങ്ങളാണ് എസ്.ബി. ദാരിമി ഉസ്താദ് പറഞ്ഞത്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അതിനു മുമ്പ് നടത്തിയ ഭാഷണത്തിൽ അഷ്റഫ് സഅദി ഉസ്താദ് മള്ളൂറും ഹംസ മദനി ഉസ്താദൊക്കെ പറഞ്ഞത് നമുക്ക് നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള കാരണമാണ്. അവർ പറഞ്ഞതിൻ്റെ ആകത്തുക ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനായ ഹംസ കോയത്തങ്ങൾ, അവർ നാവിൽ സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ശ്രവണപുടങ്ങളെ കൊണ്ട് കൂടുതലായി കേൾക്കാൻ ഭൗതിക ലോകത്ത് അവസരം ലഭിച്ചില്ലെങ്കിലും അൽഹംദുലില്ലാ, ഈ രൂപത്തിലുള്ള ഒരു സംരംഭം മഹാനവരുടെ നിശബ്ദമായ മൗന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് കഴിയുകയും ഒരുപാട് ഉമറാക്കളും ഒരുപാട് സാധാരണക്കാരും മോമിനീങ്ങളും അവരുമായി മഹബത്ത് വെക്കുകയും ചെയ്തത് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉർഖബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തി എന്ന രൂപത്തിലുള്ള ആശയമാണ്. അൽഹംദുലില്ലാ, പ്രിയപ്പെട്ട മദനിയം അബ്ദുൽ ലത്തീഫ് സഖാഫി ഉസ്താദ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ, വലിയ തൗഫീഖുള്ള നമ്മുടെ ഇടയിലുള്ള വലിയ നേതൃത്വമാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ദിവസവും മുടങ്ങാതെ അവർ ചൊല്ലുന്ന മജ്ലിസ്, മദനിയം മജ്ലിസിലൂടെ ചെല്ലുന്ന തഹ്ലീലുകളും ഖുർആനുകളും ദിക്റുകളും ദുആകളും സ്വലാത്തുകളും ഒരു ദിവസം മുടങ്ങാതെ ചൊല്ലാൻ കഴിയുക എന്നത് തന്നെ ഏറ്റവും വലിയ തൗഫീഖാണ്. അല്ലാഹു ആ തൗഫീഖ് ഒരുപാട് കാലം നിലനിർത്തുമാറാവട്ടെ. അതിനെ ആ തൗഫീഖ് ലഭിക്കാൻ പല കാരണങ്ങളും ഉണ്ടെങ്കിലും അവിടുത്തെ ഉസ്താദന്മാരുടെ
മഹാന്മാരുടെയും മശായിഖന്മാരുടെയും പൊരുത്തം ഉണ്ടാകലോടുകൂടെ സാദാത്തുക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിലും പരിസരങ്ങളിലുമുള്ള സാദാത്തുക്കളുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി മുൻഗണന നൽകുന്നു എന്നത് ആണ് ഏറ്റവും വലിയ തൗഫീഖായി ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകൂടി പറയുന്നു, മഹാനായ സയ്യിദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ ഉദ്യാവർ നമ്മുടെ ഇവിടുത്തെ എല്ലാ വിഷയത്തിനും നേതൃത്വമാണ്. പ്രിയപ്പെട്ട ഹംസക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനും നമ്മുടെ ഈ നാടിലും പരിസരത്തും പൂക്കുഞ്ഞി തങ്ങൾ ഉദ്യാവരം എന്ന് പറഞ്ഞാൽ വേറെ ലേബൽ ആവശ്യമില്ല, വേറെ അഡ്രസ് ആവശ്യമില്ല, വേറെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാ മഹല്ലുകളിലുള്ള ഉസ്താദന്മാർക്കും ആ നാട്ടിലുള്ള ജമാഅത്ത് കമ്മിറ്റിക്കാർക്കും ആ നാട്ടിലുള്ള ചെറിയ കുഞ്ഞു മുതൽ പ്രായമുള്ളവർ വരെ, ചെറിയ ആൺകുട്ടികൾ മുതൽ അതുപോലെ ഉമ്മമാര് മുതൽ സഹോദരിമാർ മുതൽ എല്ലാവർക്കും പരിചയമുള്ള മഹാനായ ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ ഉദ്യാവർ, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. നമ്മുടെ സ്റ്റേജിലുള്ള സയ്യിദ് മുസ്താഖുർ റഹ്മാൻ തങ്ങൾ, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. സാദാത്തുക്കളൊക്കെ നമുക്ക് കാവലാണ്, അവര് നമുക്ക് അഭയമാണ്, അവരാണ് നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകേണ്ടത്. പ്രിയപ്പെട്ട എസ്.എം. തങ്ങൾ സഹോദരനായി അൽഹംദുലില്ലാഹ് ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനെ പോലെ മഹാനായ പൂക്കുഞ്ഞി തങ്ങളുടെ കൂടെ വലങ്കയ്യായി നിൽക്കുന്നത് കാണുമ്പോൾ, ദീനിന്റെ വിഷയത്തിൽ, ദീനിന്റെ ഖിദമത്തിൽ വിഷയത്തിൽ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അതുപോലെ എല്ലാ ആലിമീങ്ങളും സഖാഫി ഉസ്താദന്മാരും അഹ്സനി ഉസ്താദന്മാരും സുരുവേൽ ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് നമ്മുടെ കൊടുങ്കൈ അബ്ദുൽ ഖാദർ ദാരിമി ഉസ്താദൊക്കെ, അവരൊക്കെ എല്ലാ ആലിമീങ്ങളും എല്ലാ പണ്ഡിതന്മാരും എല്ലാ സാദാത്തുക്കളും ഈ സദസ്സിൽ കാണുമ്പോൾ ഉള്ള സന്തോഷം, ഒന്നുകൂടി പ്രകാശം വരുമ്പോൾ ആ പ്രകാശത്തിന്റെ മുകളിൽ നൂറുൻ അലാ നൂർ എന്നതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പ്രകാശം നമ്മുടെ ജീവിതങ്ങളിലൊക്കെ നിലനിർത്തട്ടെ. സാദാത്തുക്കളുടെ പൊരുത്തവും കാവലും നമ്മുടെ ജീവിതങ്ങളിൽ അള്ളാഹു നൽകി അവരോടൊപ്പം നമുക്ക് അവിടുത്തെ ഉപ്പാപ്പയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു കാരണമായി സബബായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ദാറുൽ അശ്അരിയ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ എല്ലാ ആശംസകളും ഈ സംരംഭത്തിന് മഹാനായ തങ്ങളുപ്പാപ്പന്റെ ആണ്ട് നേർച്ചക്ക് നൽകി സംസാരം വൈകിയതിൽ ക്ഷമ ചോദിച്ച് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.